അതിൽ എങ്ങനെയാണ് അത് കാണുന്നത്? അതിൽ കുറ്റക്കാരായി 14 പേരെ കണ്ടു, 10 പേരെ കുറ്റമുക്തരാക്കിയിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകത്തിൽ ഇതുപോലൊരു വിധി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ആദ്യത്തേത്. ഇത്രയും പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിധി നമുക്ക് ലഭിക്കാനിടയായത് സന്ദർഭോചിതമായി, സമയോചിതമായി, നിയമപരമായി ബഹുമാനപ്പെട്ട കോടതിക്ക് തോന്നിയ നല്ല ബുദ്ധി. അതുകൊണ്ട് തന്നെ നമുക്ക് അന്വേഷണ ഏജൻസിയെ നമുക്ക് നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി CBIക്ക് ഈ കേസ് കൊടുക്കാൻ നട്ടേടം കാണിച്ച, നട്ടെല്ല് കാണിച്ച ഉദ്യോഗസ്ഥ വൃന്ദം തന്നെയാണ് ഈ കേസിന്റെ പിറകിലും അതിന്റെ വിജയശില്പികൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ ഡിസർവ് ചെയ്യുന്നൊരു കേസാണിത്. കേരളത്തിൽ ഒരു പക്ഷേ ഇത്രയേറെ ആളുകളെ ശിക്ഷിച്ച ഒരു കേസ് പറയുമ്പോൾ എനിക്കറിയില്ല. ഓർമ്മ ശരിയാണെങ്കിൽ ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. ഇത് മാത്രമല്ല, ബാക്കി ഇതിൻ്റെ അകത്തും കടന്നു വരാനുള്ളവർക്കെതിരെ വീണ്ടും നമ്മൾ കോടതിയിലേക്ക് പോവാണ്, ഹൈക്കോടതിയിൽ പോകും. ഇന്നിപ്പോൾ കേസിൻ്റെ അകത്ത് വിധിയായി ഇന്ന ആളുകൾക്കൊക്കെ എതിരായി ഒരു വിധി വന്നു. ആ വിധിയിൽ പെടാത്ത ആളുകൾക്കെതിരെ വീണ്ടും ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കും. ആ ഹൈക്കോടതിയിൽ ഞങ്ങൾ ആ വിധി വാങ്ങും. എല്ലാ ആളുകൾക്കും നമ്മൾക്കിതൊരു മോഡൽ ഒരു പണിഷ്മെന്റായി ഈ കേസിനെ മാറ്റും എന്നതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിയമപോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും ഈ കേസിൽ കേസ് ഡയറി അടക്കം കൊടുക്കാതെ സർക്കാർ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് CBIയുടെ അന്വേഷണം പരിസമാപിച്ചത് എന്നത് അതിൽ വന്ന ഉദ്യോഗസ്ഥന്മാരുടെ ആത്മാർത്ഥതയും മനക്കരുത്തുമാണ് അതിന്റെ എല്ലാം അടിസ്ഥാന ഘടകം. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. ഈ കേസ് പ്രത്യേകിച്ച് ഒരു കൊലപാതക കേസ് നടക്കുമ്പോൾ ഈ കുഞ്ഞിരാമനിൽ അവസാനിക്കുന്നതാണോ ഇതിന്റെ ഗൂഢാലോചന? അതിന് മുകളിൽ അല്ല, കുഞ്ഞിരാമന് മുകളിലുണ്ട്, കുഞ്ഞിരാമന് താഴെയുണ്ട്. ഞങ്ങളിതൊക്കെ ആദ്യമേ പറഞ്ഞതാണ്. ഞങ്ങളവിടെ പൊതുയോഗത്തിൽ ഞാൻ നിരവധി വട്ടം പ്രസംഗിച്ച കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനിയും ബാക്കി വരാനുണ്ട്. അത് നമ്മൾ അടുത്ത തവണത്തെ ഹൈക്കോടതിയിൽ പോകുമ്പോൾ അതൊക്കെ ഞങ്ങൾ കെട്ടി കൊണ്ടുപോകും. അവിടെ വെച്ച് ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ ഓക്കെ. രാഷ്ട്രീയ പങ്ക് തന്നെയല്ലേ അവർക്ക്, അതല്ലേ ഉള്ളൂ. കേരളത്തിൽ ഉത്തര മലബാറിൽ പ്രത്യേകിച്ചിട്ടും ഇവരുടെ കൃത്യമായ അജണ്ടയല്ലേ ഇത്. അവിടെ എവിടെയെങ്കിലും ഒരു കയ്യും കാലും എടുത്തിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി സമ്മതിക്കുമോ? ഇല്ലല്ലോ. CPM-ന് പങ്കില്ലെങ്കിൽ പിന്നെ ആരാ പങ്കുന്നത്? അദ്ദേഹം പറയട്ടെ, അദ്ദേഹം CBIയോട് പറയട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം കോടതിയോട് പറയട്ടെ. പ്രസിഡന്റ് ഈ രാജ്ഘട്ടിൽ മൻമോഹൻ സിംഗിന്റെ ശരീരം